നമസ്കാരം. ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അധ്യായം 6 30 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഇന്ന് 31 തുടങ്ങി 44 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് ഏകദേശമായ അർത്ഥമൊന്ന് നോക്കാം. വിഷ്ണുവിൻ്റെ കർണമലത്തിൽ നിന്ന് മധു, കൈഡഭൻ എന്നീ 2 അസുരന്മാർ ജനിച്ച കാര്യം നമ്മൾ പറഞ്ഞുവല്ലോ. അവർ സമുദ്രജലത്തിൽ വളർന്ന് മഹാശക്തന്മാരായി തീർന്നു. അപ്പോൾ അവർക്കൊരു സംശയം തോന്നി, ആരാണ് നമ്മളെ സൃഷ്ടിച്ചത്? നാം ഇരുവരും ജലത്തിൽ താണുപോകാതെ എങ്ങനെ ഈ ജലത്തിൽ പൊങ്ങി നിൽക്കുന്നു? അപ്പോൾ ഏതോ ഒരു അദൃശ്യമായ ശക്തി ഇതിൻ്റെ പിന്നിൽ ഉണ്ടെന്ന് തീർച്ചയാണ്. ആ ശക്തി ഈ ജലമാകെ വ്യാപിച്ചിട്ടുണ്ട്. അതിനെ ആശ്രയിച്ചാണ് ഈ ജലം സ്ഥിതി ചെയ്യുന്നതും പരാശക്തിയായ ആ ശക്തി നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതും. ആ ശക്തി മഹാദേവി തന്നെയാണ്, അത് തീർച്ചയാണ്. അപ്പോൾ അവർക്ക് 2 പേർക്കും ആകാശത്ത് നിന്ന് മനോഹരമായ ഒരു വാണി കേൾക്കാൻ ഇടയായി, ഒരു വാഗ്ബീജം കേൾക്കാൻ ഇടയായി. ഇനി ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 31. ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 6 ശ്ലോകം 31. ഗൃഹീതം ച തതസ്താഭ്യം തസ്യാഭ്യാസോ ദൃഢകൃതഃ തദാ സൗദായിനീ ദൃഷ്ട്വാ താഭ്യാം ഖേചോത്തിഥാ ശുഭാ. ആ വാഗ്ബീജം അല്ലെങ്കിൽ മന്ത്രം അവർ ശ്രദ്ധിച്ചു കേട്ടു, അഭ്യസിച്ച് ഉറപ്പിച്ചു. അപ്പോൾ ആകാശത്ത് ശുഭസൂചകമായ ഒരു മിന്നൽ പ്രത്യക്ഷപ്പെട്ടത് അവർ കണ്ടു. ശ്ലോകം 32. താഭ്യാം വിചാരിതം തത്ര മന്ത്രോയം നത്ര സംശയഃ തഥാ ധ്യാനമിദം ദൃഷ്ടം ഗഗനേ സഗുണം കില. ഇതൊരു മന്ത്രം തന്നെയാണ്, സംശയമില്ലെന്ന് അവർക്ക് തോന്നി. നമ്മുടെ ധ്യാനം സഗുണരൂപം കൈക്കൊണ്ടതത്രേ ആകാശത്ത് കണ്ട മിന്നൽ. ശ്ലോകം 33. നിരാഹാരൗ ചിദാത്മാനൗ തന്മനസ്കൗ സമാഹിതൗ ബഭൂവ ദുർവിചിന്യൈവം ജപധ്യാനപരായണൗ. ഇങ്ങനെ ചിന്തിച്ചിട്ട് അവർ ഊണുപേക്ഷിച്ച് ഏകാഗ്രതയോടെ അതിൽ തന്നെ ദത്തശ്രദ്ധരായി മനസ്സിനെ നിയന്ത്രിച്ച് ജപധ്യാന പാരായണരായി തീർന്നു. ശ്ലോകം 34. ഏവം വർഷസഹസ്രം തു താഭ്യാം തപ്തം മഹാതപഃ പ്രസന്നാ പരമാശക്തിർ ജാതാ സാ പരമാതയോഃ. അങ്ങനെ 1000 വർഷം അവർ ഉഗ്രമായ തപസ്സു ചെയ്തു. അപ്പോൾ അവർ പരമശക്തി സ്വരൂപിണിയായി കരുതിയിരുന്ന ആ പരാശക്തി പ്രസന്നയായി തീർന്നു. ശ്ലോകം 35.
ഖിന്നൗ തൗ ദാനവൗ ദൃഷ്ട്വാ തപസേ കൃതനിശ്ചയൗ ഹൗ തയോരനുഗ്രഹാർത്ഥായ വാഗുവാച ശരീരിണി. തപസ്സിൽ തന്നെ ഉറച്ചു നിന്ന് ഖിന്നരായി തീർന്ന ആ ദൈത്യന്മാരെ കണ്ടിട്ട് അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി ദേവി ആ ശരീരിണിയായി ഇങ്ങനെ അരുളി ചെയ്തു. ശ്ലോകം 36. വരം വാ വാഞ്ചിതം ദൈത്യൗ ബ്രൂതം പരമസമ്മതം ദദാമി പരിദൃഷ്ടയാസ്മി യുവയോസ്തപസാ കില. ദൈത്യന്മാരെ, നിങ്ങൾക്ക് അത്യധികം ഇഷ്ടമായ വരം വരിച്ചുകൊള്ളുക. നിങ്ങൾ ഇരുവരുടെയും തപസ്സുകൊണ്ട് സന്തുഷ്ടയായ ഞാനത് തീർച്ചയായും തരാം. സൂത ഉവാച. ശ്ലോകം 37. ഇതി ശ്രുത്വാ തുതാം വാണിം ദാനവാവുജതസ്തുതൗ സ്വേച്ഛയാ മരണം ദേവി വരം നോ ദേഹി സുവ്രതേ. ഈ വാക്ക് കേട്ടപ്പോൾ ദാനവന്മാർ പറഞ്ഞു, ദേവി സുവ്രതേ, ഞങ്ങൾ ഇച്ഛിക്കുമ്പോഴേ മരണം സംഭവിക്കാവൂ എന്ന വരം ഞങ്ങൾക്ക് തന്നാലും. വാഗുവാച. ശ്ലോകം 38. വാഞ്ചിതം മരണം ദൈത്യൗ ഭവദ്വേദം മൽപ്രസാദത അജയോ ദേവദൈത്യച്ഛ ഭ്രാതരോ നാത്ര സംശയ. എൻ്റെ പ്രസാദം നിമിത്തം രണ്ടുപേർക്കും ഇച്ഛിച്ച വിധത്തിലുള്ള മരണം സംഭവിക്കട്ടെ. സോദരന്മാരായ രണ്ടുപേരെയും ദേവന്മാരോ ദൈത്യന്മാരോ ജയിക്കുകയുമില്ല, ഇതിൽ സംശയം വേണ്ട എന്ന വരം ദേവി അവർക്ക് കൊടുത്തു. സൂത ഉവാച. സൂതനും ഋഷിമാരും തമ്മിലുള്ള സംവാദത്തിന് ഇടയിൽ വരുന്ന കഥകളാണല്ലോ ഇത്. അതാണ് സൂത ഉവാച എന്ന് പറഞ്ഞത്. ശ്ലോകം 39. ഇതി ദത്തവരൗ ദേവ്യ ദാനവൗ മതദർപ്പിതൗ ചക്രതുസാഗരേ ക്രീഡാം യദോ ഗണസമന്വിതൗ. ഇങ്ങനെ ദേവിയിൽ നിന്നും വരം ലഭിച്ച രണ്ട് ദൈത്യന്മാരും, അതായത് മധുകൈടഭന്മാർ, ഗർവിതരായി സമുദ്രത്തിലെ ജലജന്തുക്കളോടൊപ്പം ക്രീഡിച്ചു. ശ്ലോകം 40. കാലേന ക്രിയതാ വിപ്ര ദാനവാഭ്യാം യദർശയാ ദൃഷ്ട പ്രജാപതിർബ്രഹ്മ പത്മാസനഗത പ്രഭു. ഹേ വിപ്രന്മാരെ, കുറച്ചുനാൾക്കുള്ളിൽ രണ്ട് ദാനവന്മാരും പ്രജാപതിയും പത്മാസനസ്ഥരും പ്രഭുവുമായ ബ്രഹ്മാവിനെ എതിർച്ചയാ കാണാൻ ഇടയായി. സൂതൻ പറയുന്നതാണ് ഈ വാക്കുകൾ. ശ്ലോകം 41. ദൃഷ്ട്വാ തു മുദിതാവസ്താം യുദ്ധകാമൗ മഹാബലൗ തമുചതുസ്തദാ തത്ര യുദ്ധം നൗ ദേഹി സൗവ്രത. ബ്രഹ്മാവിനെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും മഹാപരാക്രമികളുമായ അവർ അപ്പോൾ ബ്രഹ്മാവിനോട് പറഞ്ഞു, ഹേ സുവ്രത, യുദ്ധം ചെയ്യാൻ ഞങ്ങളോട് വരൂ, യുദ്ധം ചെയ്യാനായിട്ട് വരൂ. ശ്ലോകം 42. നോചേത് പത്മം പരിത്യജ്യ യഥേഷ്ടം ഗച്ഛമാചിരം യദി ത്വം നിർബലച്ഛാസി ക്വയോഗ്യം ശുഭാസനം. യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ പത്മം വെടിഞ്ഞ് ഇഷ്ടമുള്ളിടത്തേക്ക് വേഗം പൊയ്ക്കൊള്ളൂ. നീ ദുർബലനാണെങ്കിൽ എന്തിനാണ് നിനക്ക് അന്തസ്സുള്ള ആസനം? ശ്ലോകം 43. വീരഭോഗ്യമിതം സ്ഥാനം കാതരോസിത്യജാശു വൈ തയോരിതി വചശ്രുത്വാ ചിന്താമാപ പ്രജാപതി. നീ ഭീരുവാണ്. വീരന്മാർക്ക് ഇരിക്കാനുള്ള ഈ സ്ഥാനം വിട്ട് വേഗം പൊയ്ക്കൊള്ളൂ. അവരുടെ വാക്ക് കേട്ട് പ്രജാപതി ചിന്തയിലാണ്ടു. ശ്ലോകം 44. അധ്യായം 6 അവസാനത്തെ ശ്ലോകമാണ്. തപോ ദൃഷ്ട്വാ ച ബലിനൗ വീരൗ കിം കരോമിതി താപസഃ ചിന്താവിഷ്ടസ്തദാതസ്തൗ ചിന്തയൻ മനസാ തദാ. തപോനിഷ്ഠനായ ബ്രഹ്മാവ് പരാക്രമശാലികളും
ബലവാന്മാരുമായ അവരെ കണ്ടിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ചിന്തിച്ചു നിന്നു. ഇതി ശ്രീദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ ഷഷ്ടോധ്യായഃ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.